ഇതേപോലെയുള്ള വില്ലാ പ്രൊജക്ടുകളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീടുകൾ ഇഷ്ടപ്പെടും. ഇതുപോലെ ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് 2 വീടുകൾ വരുന്നുണ്ട്. അതിനകത്തുള്ളൊരു വില്ലയിൽ താമസിക്കാൻ ആഗ്രഹമെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വില്ലയാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏകദേശം 12ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഈ കാണുന്ന വീടുകൾ ഏകദേശം 12 എണ്ണം ഉണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലായിട്ടാണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 350 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്നത് നല്ല വീതിയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. എടുത്തു പറയുകയാണ്, കുറച്ച് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. 12 വില്ലകൾ വന്നതിൽ നമുക്ക് ഏകദേശം 9 വില്ലകളും സെയിലായി. 2-3 വില്ലകൾ മാത്രമാണ് ഇത് സെയിലിനായിട്ടുള്ളത്. ബിക്കോസ് ഇത് 65 ലക്ഷത്തിന്റെ ബഡ്ജറ്റിൽ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. നിങ്ങൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു, ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് 2 വീടുകൾ വരുന്നുണ്ട്. അങ്ങനത്തെ വീടുകൾ നിങ്ങൾക്ക് താമസിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതല്ല, ഇതേപോലുള്ള വില്ല പ്രൊജക്റ്റുകളിൽ തന്നെ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന വീടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്താണെങ്കിൽ അതും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3200 ലാൻഡ് അളവ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ട് 65 ലക്ഷം രൂപയ്ക്കാണ് ഈ കാണുന്ന വീടുകൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലുള്ള മതിലൊക്കെ നോക്കിക്കോളൂ, ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. മെയിൻ പില്ലറുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 12 കിലോമീറ്റർ ആണ്. ചാർട്ടർ സ്കൂൾ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കൊക്കെ വെറും 2.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 13 കിലോമീറ്ററും ആലുവയിലേക്ക് 9 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താം. വെറും 17 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. എല്ലാ വീടുകളും തന്നെ ഭംഗിയായ എലിവേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. റൂഫിൽ കാണുന്ന ഡിസൈനുകളൊക്കെ നോക്കിയാൽ ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ എല്ലാം കൂടെ കൊടുത്തിട്ട് വളരെ നമുക്ക് മനസ്സിലേക്ക് എളുപ്പം കടന്നുകൂടുന്ന ഒരു ഡിസൈനാണ് വീടിന് വരുന്നത്. LED ലൈറ്റുകൾ കൂടാതെ സിലിണ്ടർ ഷേപ്പുള്ള ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നേരെ നമ്മൾ കാർ പാർക്കിങ്ങിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നിങ്ങൾ ആദ്യം കണ്ട ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് വരുന്ന ആ ഒരു വീടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാറുകൾക്ക് വരെ ഒരു വീട്ടിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 2 വീലറുകളൊക്കെ വയ്ക്കാനായിട്ടും നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്ലോറൊക്കെ നോക്കുവാണെങ്കിൽ കോബിൾ സ്റ്റോൺസും നോർമൽ ടൈലും എല്ലാം വിരിച്ച് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാൻ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുവാണെങ്കിൽ മെറ്റൽ ചിപ്പുകൾ വിരിച്ചിട്ട് അതിന് മുകളിൽ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്കും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലും നല്ല സ്പേഷ്യസ് ആണ്. മെറ്റൽ ചിപ്പാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ്. ഇവിടെയും ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചന്റെ ഡോർ ഒക്കെ വരുന്നത്. ഈ ഒരു ഏരിയ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത് നമ്മൾ വീണ്ടും വീടിന്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് പോർച്ച്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് ഇവിടെ കിണറാണ് വരുന്നത്. ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് കിണർ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അതിന്റെ ബാക്ക് സൈഡിൽ പ്ലാന്റ് ബോക്സ് ഒക്കെ വെച്ചിട്ട് അതിനകത്തെല്ലാം ഭംഗിയുള്ള പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് നിങ്ങൾക്ക് സിറ്റ് ഔട്ട് കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഏകദേശം 2-3 ചെയറുകളൊക്കെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ചെറിയ സ്പേസ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. മുകളുടെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ചെറിയൊരു ഫാൻ ഫിറ്റിംഗ് കൂടി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നോക്കിക്കോളൂ, ഭംഗിയുള്ള ഡിസൈനിൽ നല്ലൊരു ഒറ്റപ്പാളിയിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലി മഹാഗണിയിലൊക്കെ ആയിട്ടാണ് മരങ്ങൾ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് വീടിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് വരുന്നത്. 10-10 ഫീറ്റിലാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ആ ഒരു ഭാഗത്തുമായിട്ടാണ് കിട്ടുന്നത്. റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ എല്ലായിടത്തും തന്നെ ഭംഗിയായ ഡിസൈനിലാണ് എയർ ഹോൾ എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഹോള് കംപ്ലീറ്റ് ആയിട്ട്
പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. താഴെ ക്ലോസ്ഡ് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയുടെ ഭാഗത്തേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ഇവിടെയൊക്കെ ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് 13.5 അടി നീളവും 11 അടി വീതിയുമുള്ള ഡൈനിങ് ഹാളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. അതുകൂടാതെ സിലിണ്ടർ ഷേപ്പുള്ള ലൈറ്റുകളും എയർ ഹോൾ ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്സിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് കബോർഡുകളുണ്ട്. നിങ്ങൾക്ക് ഇൻവെർട്ടർ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ഓപ്പൺ കബോർഡുകളും ക്ലോസ്ഡ് ഷെൽഫുകളും എല്ലാം ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിന്റെ കുറച്ച് ഭാഗങ്ങൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ്. സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗങ്ങളാണ്. ബാക്കിയുള്ളിടത്തെല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ ആദ്യത്തെ ബെഡ്റൂം, ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 13 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിറയെ വിൻഡോസ് ആണ് കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എയർ ഹോൾ ഫെസിലിറ്റിയും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ്. നമുക്ക് ഇവിടെ മിറർ കൂടി വരാനുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ജെറയുടെയാണ്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. ഡോറൊക്കെ വെച്ചിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ വുഡിലും ബാക്കി കുറച്ച് ഭാഗങ്ങൾ ഗ്ലാസിലും ഒക്കെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നിങ്ങൾ നോക്കിക്കോളൂ. കിച്ചണിലെ ആണെങ്കിലും ബാക്കി എല്ലാ റൂമുകളിലും സെയിം ടൈലുകൾ തന്നെയാണ്. ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡും വൈറ്റ് കോമ്പിനേഷനിലും ഭംഗിയായിട്ടാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ആണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ്. 3 വിൻഡോസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. റൂഫില് ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്നാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് വേണമെങ്കിൽ അവിടെ വർക്ക് ഏരിയ കവർ ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സ്റ്റെപ്പ് കയറി ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. മുകൾ ഭാഗത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറി വന്ന ഭാഗത്ത് പെർഗോള മോഡലിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് അവിടെ നമുക്ക് ചെറുതായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് നല്ല രീതിയിൽ വെന്റിലേഷനും വെളിച്ചവും ഒക്കെ അകത്തേക്ക് കടക്കുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വന്ന് നമ്മൾ നിൽക്കുന്നത് വലിയൊരു ഹാളിലാണ്. അപ്പർ ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് നല്ല വലുപ്പത്തിലുള്ള ഒരു ഹാള് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. TV ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു വോളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് താഴെ നമുക്ക് ക്ലോസ്ഡ് കബോർഡുകളൊക്കെയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് യൂട്ടിലിറ്റിക്കായിട്ട് സെപ്പറേറ്റ് ഒരു റൂം ഇവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ കവർ ചെയ്ത് ഡോറൊക്കെ വെച്ചിട്ട് സേഫ് ആയിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടാണ് ഇവിടെ എല്ലാ പ്രൊവിഷൻസും നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. കുറച്ച് ഏജ് ആയവർക്കൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് കയറി പോകാവുന്ന രീതിയിൽ സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് സ്റ്റെപ്പുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന്റെ മറ്റൊരു വിൻഡോ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിംഗിൾ വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ ഇനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നമ്മൾ നിൽക്കുമ്പോൾ 10 അടി നീളവും 9 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ചുറ്റിനും നോക്കിയാൽ കാണാം നിറയെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. സിലിണ്ടർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയ കളറാണ് ടൈലുകൾക്കെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഡോർ ആണിത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. ചെറിയൊരു ബാൽക്കണിയാണ്. ഈവനിങ് ടൈമിൽ നമുക്ക് ഇവിടെ ചെയർ ഒക്കെ ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ഓപ്പോസിറ്റ് സൈഡ് കാണാൻ. ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബെഡ്റൂം ആണ്. 13 അടി നീളവും 10.5 അടി വീതിയുമാണ് കിട്ടുന്നത്.
വിൻഡോസ് നമുക്ക് 3 സൈഡിലുള്ള വോളിലും വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഇവിടെ എല്ലാ റൂമുകളിലും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു വാർഡ്രോബ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോകുന്ന ഒരു വഴി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ നല്ല സ്പേസ് ആണ്. അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫിറ്റ് ചെയ്യണമെങ്കിലും ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഇവിടെയും ടൈലുകൾ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകളിലൊക്കെ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലായിട്ടാണ് ഈ കാണുന്ന വില്ലകൾ വരുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. നമുക്ക് പൂക്കാട്ടുപടിയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വീട്ടിലേക്ക് ഒരു ഡിസ്റ്റൻസ് വരുന്നത്. നിറയെ വില്ലകളാണ്. 12ഓളം വില്ലകളിൽ 9 എണ്ണവും സെയിലായി. ഇതിൽ 3 വില്ലകൾ മാത്രമാണ് നമുക്കിവിടെ സെയിലിനായിട്ടുള്ളത്. നിങ്ങൾക്കറിയാം 65 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇതുപോലെ ഭംഗിയുള്ള വില്ല പ്രൊജക്ടുകൾ നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് 2 വീടുകൾ ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്നുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 കാർ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതിലും 65 ലക്ഷമാണ്. അതുകൂടാതെ ഇതേ വില്ല പ്രൊജക്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കിഴക്ക് ദർശനമായുള്ള ഒരു വീടുകളും അതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അതാണെങ്കിലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. എല്ലാത്തിന്റെയൊക്കെ ലാൻഡ് അളവ് സെയിം ആണ്. 3,200 ലാൻഡ് അളവ് വരുന്നത്. 1,600 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റിക്കായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. കാർ പാർക്കിംഗ്, 2 വീലർ പാർക്കിംഗ് എല്ലാം കിട്ടുന്നുണ്ട്. നല്ലൊരു ശാന്ത സുന്ദരമായ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ട് വളരെ അടുത്താണ്. നമുക്ക് റോഡിന് തൊട്ടടുത്താണ് റെസ്റ്റോറന്റുകൾ, സൂപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. 65 ലക്ഷം രൂപ ഇതിന്റെ പ്രൈസ്. ചെറുതായിട്ടൊക്കെ മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിലും സ്വന്തമാക്കാം. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. 12 വില്ലകൾ പണിത് ഇതിനകത്ത് 9 എണ്ണം പെട്ടെന്ന് തന്നെ സെയിലായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം ആവശ്യക്കാരാണ് ഈ ഒരു ബഡ്ജറ്റിലുള്ള വില്ലകൾക്കുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വില്ലകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒട്ടും വൈകരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.